രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. നിൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞതാ. ഈ വൃത്തികെട്ട കാലാവസ്ഥ, ചില നേരത്ത് മഴ, ചില നേരത്ത് വെയിൽ. ഇന്നാണെങ്കിൽ രാവിലെ തുടങ്ങി മഴക്കാരുണ്ട്. എങ്കിലും പായ വലിച്ച് കെട്ടിക്കൂടായിരുന്നോ? ഞാനാ ഒറ്റയ്ക്കാ. നീ മഴ വീണതിന് മുന്നേ തീർക്കാൻ നോക്ക്. ചേച്ചി, നമ്മളിനി നെയ്മീൻ മേടിക്കുമോ? ഹേരയ്ക്ക് ഏറ്റവും ഇഷ്ടം അതല്ലായിരുന്നോ? ഹേരയ്ക്ക് മാത്രമല്ല, അപ്പൂനും ഏറ്റവും ഇഷ്ടം നെയ്മീൻ തന്നെയാ. അല്ല അപ്പൂ? പക്ഷേ തല എനിക്ക് ഒറ്റയ്ക്ക് കിട്ടാറേ ഇല്ലായിരുന്നു. കണ്ണുകൾ എപ്പോഴും അവൾക്കായിരുന്നു കൊടുക്കുക. ഇപ്പോൾ ഇത് മുഴുവൻ എനിക്ക് തിന്നാലോ? അവളുടെ കഴുത്തെ കെട്ടിയിരുന്ന മണി അവൾക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും അത് ഊരിക്കളയാൻ നോക്കുമായിരുന്നു. അതിട്ട് കിടക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ല, എങ്ങോടാ? ഇപ്പൊ കുഴിച്ചിട്ടതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോയി മണ്ണ് മാറ്റി അത് ഊരിയെടുക്കട്ടെ. ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചോ? അങ്ങനൊന്നും ചെയ്യല്ലേ. അല്ല, ചേച്ചിക്ക് ഈ പുനർജന്മത്തിലൊന്നും വിശ്വാസമില്ലേ? ചേട്ടൻ തന്നെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കും. പൂച്ചയ്ക്ക് 9 ജന്മം ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് 1, 2, 3, 4, 5 ജന്മവും കൂടി ബാക്കിയുണ്ട്. ചേച്ചി കഴിക്ക്. ഇതൊക്കെ നമ്മുടെ ഹെയർക്ക് വേണ്ടിയല്ലേ? ഇതാണോ? കുടുങ്ങി തൊണ്ട കുടുങ്ങി നോക്കട്ടെ. അയ്യോ, മിണ്ടാതിരുന്ന് കഴിക്കാൻ പറഞ്ഞതല്ലേ? ആദ്യം ഇടതുകാൽ വെച്ച് നേരെ നടക്കുക. ഓരോ 3 അടിയിലും 1 നിമിഷം നിൽക്കുക. മുള്ളുകൾ നടുക്ക് വെച്ച് തിരിച്ചു നടക്കുക. ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചക്രം മുൻപോട്ടോടുന്നു. തിരിഞ്ഞു നോക്കാൻ പാടില്ല. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ